ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സോളിഡ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ കഴിഞ്ഞ വർഷം പ്രിസം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലർ പ്രിസം, ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, റെഗുലർ ഹെക്സാഗണൽ പ്രിസം എന്നൊക്കെ പറഞ്ഞ കുറെ പ്രിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന് 2 എൻഡ് ഫേസ് ഉണ്ടായിരുന്നു. 2 എൻഡ് ഫേസും ഒരേ ഷേപ്പിലും ഒരേ സൈസിലും ആയിരിക്കും. ഇപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ 2 എൻഡ് ഫേസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അത് രണ്ടും ഒരേ സൈസിലുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്ക്വയർ പ്രിസം ആണെങ്കിൽ 2 എൻഡ് ഫേസും സ്ക്വയേഴ്സ് ആയിരിക്കും, സെയിം സൈസിലുള്ള സ്ക്വയേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സോളിഡ്സിനെ പറ്റി അതിൻ്റെ വോളിയം കാണാനും സർഫസ് ഏരിയ കാണാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള സോളിഡാണ്. ഒരു ബേസ് മാത്രം, അതായത് ഒരു എൻഡ് ബേസ് മാത്രമുള്ള സോളിഡ്സ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പേപ്പർ, അതായത് ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറും അതിനോട് 4 ഒരുപോലെയുള്ള ഐസോസെലസ് ട്രയാങ്കിൾസും ചേർത്ത് വെച്ച രൂപം. ഇതിങ്ങനെ മടക്കി എടുത്തൊരു സോളിഡ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. ഇതുപോലെ കിട്ടും. ഇത് മടക്കിയെടുത്ത്, അതായത് ഒരു സ്ക്വയർ 4 ഐസോസെലസ് ട്രയാങ്കിൾസ് ഓഫ് സെയിം സൈസ്. അപ്പോൾ ഈ 4 ട്രയാങ്കിൾ ഒന്ന് ഇങ്ങോട്ട് മടക്കി ഇതിങ്ങനെ മടക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ രൂപമാണ് സ്ക്വയർ പിരമിഡ് എന്നായിരുന്നു പറയുക. ഇതിന് പറയുന്ന പേര് സ്ക്വയർ പിരമിഡ്, പ്രിസമല്ല. അപ്പോൾ ഈ രൂപത്തിന്റെ പേര് സ്ക്വയർ പിരമിഡ് ആണ്. അതിന്റെ ബേസ് സ്ക്വയർ ആണ്. ഇതൊക്കെ അതിന്റെ എഡ്ജസ് ആയിട്ട് വരും, അതായത് ലാറ്ററൽ എഡ്ജസ് എന്ന് പറയും. ഈ സൈഡിലുള്ള എഡ്ജസ്, അതായത് ഈ കാണുന്നത്, ഇതൊക്കെ ലാറ്ററൽ എഡ്ജസ് ആണ്, അതായത് ഈ ലാറ്ററൽ ഫേസസ് ചേരുന്ന ഭാഗം. അതുപോലെ ഇത് ബേസ് എഡ്ജ് ആണ്. ബേസ് എഡ്ജ്, ഈ 4 ഫേസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ബേസ് സ്ക്വയർ ആയതുകൊണ്ട് ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയും. ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞാൽ, ബേസ് പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ പിരമിഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് സ്ക്വയർ പിരമിഡിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ മെഷേഴ്സ് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ ലാറ്ററൽ ബേസ് എഡ്ജ്, ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് എടുക്കാം. അപ്പൊ ബേസ് എഡ്ജിനെ നമുക്ക് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇത് ബേസ് എഡ്ജ്, ഇതും ബേസ് എഡ്ജ്, ഇതും ബേസ് എഡ്ജ്. ഇപ്പൊ 4 ബേസ് എഡ്ജ് ഉണ്ട്, 4 ലാറ്ററൽ എഡ്ജും ഉണ്ട്. ഈ ലാറ്ററൽ എഡ്ജ് എല്ലാം എഡ്ജ് എന്നുള്ള അർത്ഥത്തിൽ ഇ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പൊ ബേസ് എഡ്ജിനെ എ എന്ന അക്ഷരവും ലാറ്ററൽ എഡ്ജിനെ ഇ എന്ന അക്ഷരവും. കൂടാതെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതായത് ലാറ്ററൽ ഫേസ്, ഇതെല്ലാം ലാറ്ററൽ ഫേസസ് ആണ്. ഈ സൈഡിലുള്ള ഫേസ് എല്ലാം ലാറ്ററൽ ഫേസസ് ആണ്. താഴെയുള്ള ബേസ്, ഒരു ബേസേ ഉള്ളൂ. ഇത് അപ്പെക്സ് എന്ന് പറയും. ഈ എഡ്ജസിന് ലാറ്ററൽ എഡ്ജസ് എന്ന് പറയും. ഈ 4 എഡ്ജസിന് ബേസ് എഡ്ജസ് എന്ന് പറയും. ബേസ് എഡ്ജിനെ നമ്മൾ എ എന്നെടുത്തു, ലാറ്ററൽ എഡ്ജിനെ ഇ എന്നെടുത്തു. ഈ സൈഡിലുള്ള ട്രയാങ്കിളിന്റെ ഹൈറ്റ്, അതായത് ചെരിഞ്ഞ ഉയരം, അതായത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും, അതിന് എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. അതായത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അത് ലാറ്ററൽ ഫേസിലെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് ആണെങ്കിലോ, പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബേസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ അപ്പക്സിലേക്കുള്ള ദൂരം, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ലാൻഡ് ഹൈറ്റ്, ഇത് എച്ച്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത് എച്ച് ആണ്, ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഇനി ഈ താഴെയുള്ള ഈ പാർട്ട്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് ഹാഫ് എയുടെ ഹാഫ് ആയിരിക്കും. അതായത് ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഈ ബേസ് ഹാഫ് എ, ഇത് ഹൈപ്പോട്ടന്യൂസ് എല്, ഇത് എച്ച്. അപ്പൊ ഇതുപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. എല് എച്ച് ഹാഫ് എ, A/2. അപ്പൊ ബേസ് A/2, ഇത് പറയും A/2 ആണ്, എയുടെ ഹാഫ് ആണ് ഇത്. ഇത് എച്ച് ആണ്, ഇത് എൽ ആണ്. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പൊ എല്ലും എച്ചും A/2 ഹാഫ് എയും. അപ്പോ ഇത് ബേസും ഓൾട്ടിറ്റ്യൂഡും ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് A/2 ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് എ ദി ഹോൾ സ്ക്വയർ. ഒരു ഫോർമുല കിട്ടി. അതായത് റൈറ്റ് ട്രയാങ്കിൾ ഇതിൽ നിന്ന് കിട്ടി. ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ? റൈറ്റ് ട്രയാങ്കിളോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എച്ച് A/2 എൽ. എൽ എന്ന് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് A/2 ദി ഹോൾ സ്ക്വയർ. ഇനി മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ എഴുതുന്നത് ഇങ്ങനെ എടുക്കാം. ഈ സൈഡിലുള്ള ഈ റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ വരും. അതായത് ഇത്രയും പാർട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്, ഇത്രയും A/2, ഇത് ഇ. അപ്പൊ ഇ ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനെ ഈ ട്രയാങ്കിൾ, ഇത് ഈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഒരു എല്, ഇത് A/2. അതായത് ഇതാണ് ഈ ട്രയാങ്കിൾ A/2
ഇ എൽ. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്ന് മറ്റൊരു ഫോർമുല കിട്ടും. പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലകളാണ്. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ, എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ. അതായത് എല്ലും എച്ചും എയും ചേർത്തുള്ള ഫോർമുല, ഇയും എല്ലും എ ബൈ ടും ചേർത്തുള്ള ഫോർമുല. മറ്റൊരു റൈറ്റ് ട്രയാങ്കിളും കൂടി ഇത് ഇവിടെ കിട്ടും. അതായത് ഇവിടെ ഈ ഹൈറ്റും ഈ ബേസ്, ഇത് ബേസിന്റെ ഡയഗണലാണ്, ആ ഡയഗണലിന്റെ ഹാഫ്, ഇത് ലാറ്ററൽ എഡ്ജ്, ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിൾ മാത്രം വരച്ചിരിക്കുന്നതാണ്. അപ്പൊ എച്ച്, അതുപോലെ ഇത് ഡി ബൈ ടു, ഇത് ഇ. അപ്പൊ ഇവിടെ മറ്റൊരു ഫോർമുല കിട്ടും, ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ ടു ദി ഹോൾ സ്ക്വയർ. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ ടു ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെ 3 റൈറ്റ് ട്രയാങ്കിൾ അതിൽ നിന്ന് കിട്ടും. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട, ഇത് എപ്പോഴും ഓർമ്മ വേണം. ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്രോബ്ലവും തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ, ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, ഇനി ഇതിന്റെ സർഫസ് ഏരിയ നോക്കാം. അതായത് ഈ സൈഡിലുള്ള സർഫസിന് നമ്മൾ ലാറ്ററൽ സർഫസ് എന്ന് പറയാം. അതെല്ലാം ഐസോസലസ് ട്രയാങ്കിൾ ആണ്, സെയിം ആണ്. അതായത് ഈ 4 ട്രയാങ്കിൾ, ഈ 4 ട്രയാങ്കിൾ ലാറ്ററൽ ഫേസസ് ആണ്. അപ്പോൾ ലാറ്ററൽ ഫേസസിന്റെ ഏരിയയും ബേസ് ഏരിയയും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ. ബേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്, സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്കറിയാം അല്ലെ, എ സൈഡ് ആയിട്ടുള്ള സ്ക്വയർ എ സ്ക്വയർ. ലാറ്ററൽ ഫേസിന്റെ ഏരിയയോ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 4 എടുത്താൽ മതി. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ബേസ് എ ആണ്, ഇത് അതിന്റെ ഹൈറ്റ് ആണ്, ഹൈറ്റ് എൽ ആണ്. അപ്പൊ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് എ എൽ. അപ്പൊ ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് എ ഇൻറ്റു എൽ. ഒരു ട്രയാങ്കിൾ ഏരിയ. അങ്ങനെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? അപ്പൊ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾ, LSA ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഹാഫ് എ എൽ. അപ്പൊ 4 ഇൻറ്റു ഹാഫ് വരുമ്പോൾ 2 വരും. അപ്പൊ 2AL എന്ന് പറയുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. എനിക്ക് ഷോർട്ട് ഫോമില് LSA എന്ന് എഴുതുക. അതായത് 4 സൈഡിലുള്ള 4 ട്രയാങ്കിൾസിന്റെ ഏരിയ, ലാറ്ററൽ ഫേസസിന്റെ ഏരിയ എന്ന് പറയുന്നത് 2AL. ബേസ് ഏരിയ എ സ്ക്വയർ ആണെന്നറിയാം. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വരും, ബേസ് ഇതാണ് ബേസ്. അപ്പൊ എ സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ. അപ്പൊ ഈ എ സ്ക്വയറും ഈ 2AL കൂടി കൂട്ടി, അപ്പൊ എ സ്ക്വയർ പ്ലസ് 2AL എന്ന് പറയുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ. അപ്പൊ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ ആയിട്ടുള്ള പിരമിഡ് ആണ്. അതിന്റെ ലാറ്ററൽ ഫേസ് എല്ലാം ഐസോസലസ് ട്രയാങ്കിൾസ് ആണ്, അതെല്ലാം സെയിം ആണ്. അതിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച് എന്ന് എടുക്കുന്നു, ലാറ്ററൽ എഡ്ജിന് ഇ എന്ന് എടുക്കുന്നു, സ്ലാൻഡ് ഹൈറ്റിന് എൽ എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്യും. എൽ സ്ക്വയർ ഈസ് ഈക്വൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ, ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ. കൂടാതെ ഓർമ്മ ഉണ്ട്, ഇ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ ടു. ഡയഗണലിന്റെ ഹാഫ് ഇത് ഡയഗണൽ, അതിന്റെ ഹാഫ് ഡി. അപ്പൊ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 ഫോർമുലകള്. കൂടാതെ സർഫസ് ഏരിയ ആണ്, ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 2AL. 4 ഇൻറ്റു ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എന്നാണ് നമുക്ക് ഈ ഫോർമുല ആയിട്ട് എടുക്കുന്നത്, നന്നായിരിക്കും 2AL. അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബേസ് ഏരിയ, പുറത്ത് കാണുന്ന എല്ലാ ബേസിന്റെയും കൂടി ഏരിയ, ബേസ് ഏരിയ എ സ്ക്വയർ പ്ലസ് 2AL. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2AL ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, നമുക്ക് 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ and 4 isosceles triangles of base 5 cm and height 8 cm are to be put together to form a square pyramid. How many square centimeter of paper are needed? അപ്പോൾ നമുക്കിവിടെ എന്താ വേണം? ഒരു 5 സെന്റിമീറ്റർ സൈഡിലുള്ള ഒരു സ്ക്വയറും 4 ഐസോസെലസ് ട്രയാങ്കിൾ, അതിന്റെ ബേസ് 5 ആണ്, ഹൈറ്റ് 8 ആണ്. അങ്ങനെയുള്ള 4 ട്രയാങ്കിൾസ്, അതായത് ഇത് 5 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, പിന്നെ 4 ഐസോസെലസ് ട്രയാങ്കിൾസ്, അതിന്റെ ഹൈറ്റ് 8 ആണ് എന്ന് പറഞ്ഞാൽ L8 AH. അപ്പോൾ ഇത് നിർമ്മിക്കാൻ, ഇത് മടക്കിയാണല്ലോ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മടക്കി നിർമ്മിക്കുന്ന ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനുപയോഗിക്കുന്ന ഈ സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ TS ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. A = 5 ആണ്, L ആണ് 8. ട്രയാങ്കിളിന്റെ ഹൈറ്റ് L ആണ്, പിരമിഡിന്റെ ഹൈറ്റ് ആണ് H. അപ്പോൾ A 5 L 8. അപ്പോൾ A² + 2AL എന്നാണ് ഫോർമുല. അപ്പോൾ A 5² +
2 ഇൻറ്റു 5 ഇൻറ്റു 8. ഇപ്പോൾ 2 5 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 കിട്ടും. അപ്പോൾ 25 പ്ലസ് 80 105 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി പേപ്പർ നീഡഡ്. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ പ്രത്യേകം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ 105 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ പേപ്പറിന്റെ ഏരിയ എന്ന് പറയുന്നത് 105 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A toy is in the shape of a square pyramid of base edge 16 centimeter and slant height 10 centimeter. What is the total cost of painting 500 such toys at rupees 80 per square meter? അപ്പോൾ എന്താണ്? സ്ക്വയർ പിരമിഡിന്റെ രൂപത്തിലുള്ള ടോയ്സ് ആണ് അല്ലെ. അതിന്റെ ബേസ് എഡ്ജിനെ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? എ ഈക്വൽ ടു 16. അതുപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റ് അത് എൽ എന്ന അക്ഷരമാണ്. എൽ ഈക്വൽ ടു 10. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ 500 ടോയ്സ് ഉണ്ട്. അതിന്റെ സർഫസ് മൊത്തം പെയിന്റ് ചെയ്യണം. സർഫസ് പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഏരിയ, അപ്പോൾ സർഫസ് ഏരിയ മൊത്തം വേണം. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² + 2AL. അപ്പോൾ ഒരു പിരമിഡിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. അതിങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 500 സച്ച് ടോയ്സ് ആണ്. അപ്പോൾ 500 പിരമിഡിന്റെ സർഫസ് ഏരിയ ആണ് ഇൻറ്റു 500. അപ്പോൾ അത്രയും സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണ് ചെലവ്. അപ്പോൾ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടോ അത്രയും 80 രൂപ വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു A² + 2AL. അതായത് A എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു 10. 16 സ്ക്വയർ എത്രയാ? 256. അപ്പോൾ 256 പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു 10 320. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 576 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു ടോയിയുടെ ഒരു കളിപ്പാട്ടത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. പെയിന്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഒരു കളിപ്പാട്ടത്തിന്റെ. അങ്ങനെ എത്രയാണ് പെയിന്റ് ചെയ്യണം? 500. അപ്പൊ സർഫസ് ഏരിയ 500 ടോയ്സ്. സർഫസ് ഏരിയ 500 ടോയ്സ് ആണ് ഈ 576 ഇൻറ്റു 500. അതായത് 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. 1 മീറ്റർ സ്ക്വയറിനാണ് 80 രൂപ. 1 മീറ്റർ സ്ക്വയറിന് എത്ര സെന്റിമീറ്റർ സ്ക്വയറാ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. അതായത് 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ. അതായത് 10,000 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമുക്ക് കോസ്റ്റ് 1 മീറ്റർ സ്ക്വയറിന് 80 രൂപ ആണ്. അപ്പോൾ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് വേണം? അതായത് 2,88,000 സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ ഡിവൈഡഡ് ബൈ 10,000. അത്രയും മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 0 അങ്ങ് പോയി, ബാക്കി 288/10, അതായത് 28.8 മീറ്റർ സ്ക്വയർ. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. സ്ക്വയർ മീറ്ററിൽ ഏരിയ 28.8 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെയിന്റ് ചെയ്യേണ്ട ഏരിയ ആണിത്. 1 മീറ്റർ സ്ക്വയർ പെയിന്റ് ചെയ്യാനാണ് എത്ര രൂപ? 80 രൂപ. അപ്പൊ ഇത്രയും മീറ്റർ സ്ക്വയർ പെയിന്റ് ചെയ്യാൻ ഇത്രയും 80, അതായത് 28.8 ഇൻറ്റു 80. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഈസ് ഈക്വൽ ടു 28.8 ഇൻറ്റു 80, അതായത് 2,304 റുപ്പീസ് കിട്ടും. അപ്പോൾ ഈ 500 കളിപ്പാട്ടം പെയിന്റ് ചെയ്യാൻ എത്ര രൂപ കൊടുക്കണം? 2,304 രൂപ കൊടുക്കണം. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.